ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി കോഴിക്കോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനൊരു കോഴിക്കോട്ട ഉണ്ടാക്കാനായിട്ട് ഒരു കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഒരു കപ്പ് വെള്ളം, സ്റ്റീലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ പാകത്തിന് ഉപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം, ഉപ്പൊന്ന് അലിയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എടുക്കുന്നത് സ്റ്റീലിൻ്റെ കപ്പാണ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെള്ളത്തിലേക്ക്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് കൊടുക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി തേങ്ങയാണ് ആവശ്യം. തേങ്ങ ഞാൻ 1.5 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചിരകിയെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചിരകിയെടുത്തിട്ടുണ്ട്. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ആ ശർക്കര ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് മെൽറ്റാക്കി എടുക്കണം, ശർക്കര പാനി ആക്കി എടുക്കണത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. ഇതിനകത്ത് കരടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. വീണ്ടും ഞാൻ ആ പാത്രം തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ പാനിയിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ നമുക്കൊന്ന് ആ ശർക്കരയിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഏലക്കയും ചെറിയ ജീരകവും ചതച്ചതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്.
അപ്പം നമ്മുടെ മാവ് ചെറുതര ഉരുളകളാക്കി എടുക്കാം. നമ്മളെല്ലാം ഉരുട്ടി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാം ഫില്ലിങ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് പറക്കിയിട്ട് ആവിയേറ്റിയെടുക്കാം. ഒത്തിരി നേരം വേണ്ട, ഒരു 5 മിനിറ്റൊക്കെ ആവിയേറ്റിയാൽ മതി. നമ്മൾ പൊടിയൊക്കെ വെന്ത സംഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം, എന്നാലും നമ്മൾ ഉണ്ടാക്കിയ ഒരു രീതി കാട്ടിയെന്ന് മാത്രം. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്ക് അസ്സലാമു അലൈക്കും.